കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണുന്നത് ശ്രീകാന്ത് സച്ചിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ സച്ചി തന്റെ ഫ്രണ്ട്സിനോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്തിനെ കണ്ടുകൊണ്ട് സച്ചി ചോദിച്ചു, എന്താടാ നീ ഇങ്ങോട്ട് വന്ന്, നിനക്കൊന്ന് റെസ്റ്റോറന്റ് ഒന്നും പോകണ്ടാരും ചോദിക്കും. അതെ, സച്ചിയെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. ഈസം മഹേഷിനോട് പറഞ്ഞു, എടാ ഞാനിപ്പോ ഒരു മിനിറ്റ് ഇപ്പൊ വരാന്ന് പറഞ്ഞോണ്ട് ശ്രീകാന്തിന്റെ ഒപ്പം അങ്ങോട്ട് പോവാണ്. എന്താ സച്ചേട്ടാ, സച്ചേട്ടന് ഓട്ടം ഒന്നും ഇല്ലായിരുന്നു എന്ന് ചോദിക്കുക. ഓട്ടം അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കാൻ നല്ലത്. എവിടെ ഓട്ടം കിട്ടാനായിട്ട്, ആകെപ്പാടെ ഒരു വാടക വണ്ടി എടുത്തിട്ട് ഓടുന്നേ. ഉള്ള വണ്ടി നശിച്ചു പോയില്ലേ, എല്ലാം അവൾ ഒറ്റ എടുത്ത് കാരണ. ഇത് കേട്ടതും ശ്രീകാന്ത് ചോദിച്ചു, ഏട്ടൻ എന്തായി പറയണേ? ഏട്ടത്തിൽ കാണണം അങ്ങനെയൊക്കെ സംഭവിച്ചേ. പിന്നെ അവൾ അതൊക്കെ മറച്ചു വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഗജാനന്ദൻ അല്ലെങ്കിൽ അവനെ ഞാൻ ശരിയാക്കിയാണെന്ന് പറയാം. അവള് കാരണമല്ലേ, അല്ലെങ്കിൽ പിന്നെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു ചോദിക്കും. എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? ചേച്ചി എന്ത് കുറ്റം ചെയ്തെന്നാ പറയണേ? ഓ, ചേച്ചി ഗജാനന്ദനെ കുറിച്ചുള്ള കാര്യം പറയാതിരുന്നു, അതല്ലേ ഏട്ടന്റെ ഇപ്പോഴത്തെ വലിയ പ്രശ്നം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാര് ഏട്ടന്റെ കാറ് നശിപ്പിച്ച എന്തിനു വേണ്ടിയിട്ടാ? കാറ് കഞ്ചാവ് വെച്ചതിന് വേണ്ടിയിട്ടാണോ? അല്ലല്ലോ, ഏട്ടൻ ആ പോലീസുകാരന്റെ കർണത്തടിച്ചുകൊണ്ടല്ലേ, അതിന്റെ വല്ല ആവശ്യമുണ്ടോ? എന്നിട്ട് ഏട്ടത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണു. ഇത് കേട്ടത് സച്ചി ഒന്നും മിണ്ടിയില്ല. പിന്നീട് പറഞ്ഞു, അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാനും ഏട്ടൻ ഈ കാര്യം മറച്ചു വെച്ചല്ലേ, എന്നിട്ട് എന്നെ എന്തിനാ ഏട്ടൻ ചീത്ത പറയാത്ത? അല്ല പിന്നീടാ ഞാൻ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്തിനും ഏതിനും ഏട്ടത്തിനെ കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതത്ര നല്ല സ്വഭാവമല്ല. കണ്ടും കേട്ടും മടുത്തു. അല്ല, ഏട്ടത്തി വന്നതിന് ശേഷം എപ്പോ നോക്കിയാലും സച്ചേട്ടന് ഏട്ടത്തിന് കുറ്റം പറയാനുള്ള സമയമുള്ളല്ലോ. ഇപ്പൊ തന്നെ ഏട്ടത്തി ഇല്ലായിരുന്ന കാണായിരുന്നു. അവിടെ പോയിട്ട് ആ ACPയുടെ ഭാര്യയുടെ കാലി കയ്യ വീണാണ് ഏട്ടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയത് തന്നെ. എന്നിട്ടോ ഇത്ര ഒരു നല്ല വാക്ക് പറയുന്നതിന് പകരം അവള് കാരണമാണ് എല്ലാം സംഭവിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഏട്ടത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഏട്ടൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏട്ടത്തേക്ക് വീട്ടിലൊരു വില ഉണ്ടാവും എന്ന് ചോദിക്കുക. അതെന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല, നമ്മുടെ അമ്മയുടെ സ്വഭാവം അറിയാലോ ഏട്ടന്. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഏട്ടത്തിനെ കണ്ണെടുത്ത കാണത്തില്ല, എന്തിനും ഏതിനും എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ ഒരാളും കൂടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, സുധിയേട്ടന്റെ ഭാര്യ. അപ്പൊ അവരുടെ മുന്നും കൂടെ വെച്ച ഏട്ടത്തിനെ കുറ്റപ്പെടുത്തുന്നത്. പാവ ഏട്ടത്തി എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാവോ? ഏട്ടത്തിക്ക് ഒരു വിലയും കൊടുക്കുന്നില്ലാത്തോണ്ടാ എല്ലാരും ഏട്ടത്തിന്റെ തലയിൽ കയറി നിറങ്ങണേ. ഇത് കേട്ടോ സച്ചിയോട് ഞാൻ എന്ത് ചെയ്യുന്ന? ഓ, അപ്പൊ ഏട്ടനൊന്നും ചെയ്യുന്നില്ലല്ലേ? എല്ലാവരുടെ മുന്നിൽ വെച്ച ഏട്ടത്തിന് വഴക്ക് പറയുന്നോണ്ടല്ലേ? അമ്മയാണെങ്കിൽ പോലും ഏട്ടത്തിന് ഇങ്ങനെ ചീത്ത പറയുന്നേ. ഏട്ടൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ഏട്ടത്തേക്ക് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുമോ? പാവം, എന്തോ ഒരു പ്രതീക്ഷയോടുകൂടിയാ വീട്ടിലേക്ക് കടന്നു വന്നേ. ഇത്രയും നല്ലൊരു ഏട്ടത്തിന് കിട്ടണമെങ്കിൽ തന്നെ പുണ്യം ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ട സച്ചു, ഓ ഇപ്പൊ നീ അവളുടെ ഭക്ഷണത്താണല്ലോ. ഞാൻ അവളുടെ ഭക്ഷണത്തായതുകൊണ്ടല്ല. ഏട്ടനൊന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ പറഞ്ഞ ശരിയല്ലേന്ന്. പാവം ഏട്ടത്തി എത്രമാത്രം വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ? വേറെ ഏത് പെണ്ണുങ്ങളാണെങ്കിലും ഇപ്പൊ പണ്ട വീട്ടിൽ നിന്ന് പോയാനും അത് ഏട്ടന് വല്ലതും അറിയണോ? ഏട്ടന്റെ കാര്യം മാത്രം ചിന്തിച്ചാ പോരെന്ന് ചോദിക്കാം. അല്ലടാ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. അല്ല, അങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ ഇനിയെങ്കിലും വിചാരിക്കണം. ഏട്ടത്തിയുമായിട്ട് ഇച്ചിരി സ്നേഹത്തോടെയൊക്കെ പെരുമാറണം. ഏട്ടത്തിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് പറയാം. അനിയനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രീകാന്ത് നല്ല വിധം തന്നെ സച്ചിനെ അങ്ങോട്ട് ഉപദേശിക്കുകയാണ്. പിന്നീട് ഒരു കാര്യം ചെയ്ത്, നിങ്ങളുടെ ഈ പിണക്കങ്ങളൊക്കെ മാറാനായിട്ട് എന്റെ റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. അവിടെ ഞാൻ നിനക്കൊരു ഡിന്നറൊക്കെ ഒരുക്കാന്ന് പറയണം. ഇത് കേട്ടതും സച്ചി, അത് വേണോടാ. എന്നാ ഡിന്നർ ആക്കണ്ട, എന്നാ ലഞ്ച് ആക്കിക്കോ. അത് ലഞ്ചിനെങ്കിലും കൂട്ടിക്കൊണ്ട് വരുമെന്ന് വെക്കാം, നോക്കട്ടെ. അത് നാളെ കൂട്ടിക്കൊണ്ട് വരാൻ പറയണം. ശരി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ സച്ചി എഴുന്നിട്ട് രേവതി ചോദിച്ചു, അല്ല നീ റെഡിയാവുന്നില്ലെന്ന് ചോദിക്കും. എന്തിന്? ഞാൻ പറഞ്ഞല്ലോ ഇന്ന് റെസ്റ്റോറന്റിൽ പോകണമെന്നുള്ള കാര്യം, പുറത്തു പോകുന്ന കാര്യം പറഞ്ഞില്ലേ, ഞാൻ വരണില്ല എന്ന് പറയും. അതെന്താ വരുന്നില്ലാത്തേ? ഓഹോ, അപ്പൊ ഞാൻ വിളിച്ചോണ്ടാണ് നീ വരാത്തേന്ന് ചോദിക്കും. അങ്ങനൊന്നും ഇല്ല. പിന്നെ എന്താ വരാത്തിന്റെ കാരണം വേണ്ടേ? എല്ലാരും പുറത്ത് പോകുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് എല്ലാരും പുറത്തൊക്കെ പോകുന്ന നീ കാണുന്നല്ലേ, പിന്നെ നമുക്ക് രണ്ടുപേർക്കും പുറത്ത് വരാൻ കുഴപ്പം? ഓ അങ്ങനെ. അതിപ്പം അവൻ ശ്രീകാന്ത് വിളിച്ച ഭാര്യയും ഭർത്താവിനെയല്ലേ, അതിന് നമ്മള് ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ, പിന്നെന്തിനാ പോണേന്ന് ചോദിക്കാം. ഇത് കേട്ടോ സച്ചി പറഞ്ഞു, അങ്ങനെയാണോ? ഇത് കേട്ടപ്പോ രേവതി ഒന്നും മിണ്ടിയില്ല. അതെ, അന്നൊരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ഭർത്താവായിട്ട് വിളിക്കാം, നീ റെഡിയാവും, നമുക്ക് പോവാന്ന് പറയണം പുറത്ത്. ഇത് കേട്ടാ രേവതിയുടെ മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ടായി. ആദ്യമായിട്ടാണ് സച്ചി അങ്ങനെയൊക്കെ പറയണേ. സച്ചിക്ക് മനസ്സിലായി രേവതി പാവമാണ്, താൻ അവളോട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, ഗജാനന്ദന്റെ കാര്യം പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നൊക്കെ. അപ്പോൾ അവളുടെ മനസ്സിന് സന്തോഷിപ്പിക്കണമല്ലോ. പോരാത്തന്നെ ശ്രീകാന്ത് വിളിച്ചിട്ടുണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനായിട്ടൊക്കെ. ഈ സമയം രേവതി ശരി വരാന്ന് പറയണ. പിന്നീട് 2 സാരി എടുത്തിരിച്ചു. ഇതിലേതാ നല്ലതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട സച്ചി ഇങ്ങനെ നോക്കി, അതെ നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഉടുത്തോണ്ട് വന്നാൽ മതി എന്ന് പറയാം.
ഓ അങ്ങനെയാണോ? പിന്നീട് സച്ചി പറഞ്ഞു, അതിലെ ഈ കളറാ നന്നായിട്ട് നിനക്ക് ചേരുന്നത്, ഇത് ഉടുത്താൽ മതി എന്ന് പറയാ. രേവതിക്ക് സന്തോഷമായി. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സച്ചി. ബോത്ത് പോലെ ശരിക്കും നോക്കത്തില്ലായിരുന്നു. ഇപ്പൊ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് റെഡിയായിട്ട് വരാൻ പറഞ്ഞോണ്ട് സച്ചി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അതിനുശേഷം കാണിക്കുന്ന ശ്രീകാന്ത് ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റ് ആണ്. പിന്നീട് റെസ്റ്റോറന്റിലേക്ക് ശ്രുതിയും കൂടെ വരുവാണ്. ഈ സമയത്ത് ശ്രീകാന്ത് വന്നിട്ട് വരാനും പറഞ്ഞ് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ്. അങ്ങനെ അവരെ കൊണ്ട് ടേബിളിന് ഇരുത്തിയിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി സച്ചിയും കൂടെ അങ്ങോട്ട് കടന്നു വരുന്നത്. ആ വലിയ റെസ്റ്റോറന്റ് കണ്ടപ്പോൾ തന്നെ രേവതി പറഞ്ഞു, ഇതിനു മുമ്പ് ഇത്രയും വലിയ റെസ്റ്റോറന്റിലൊന്നും ഞാൻ കയറിയിട്ടില്ലെന്ന് പറയണ. സച്ചി പറഞ്ഞു, ഞാനും അങ്ങനെയൊക്കെ തന്നെയാ. വണ്ടിയെ കയറുന്ന ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിടുന്നല്ലാതെ ഞാൻ ഇതിനകത്തേക്ക് കയറിയിട്ടൊന്നും ഇല്ലെന്ന് പറയാ. അങ്ങനെ അവർ രണ്ടുപേരും അകത്തേക്ക് വരുവാണ്. അവരെ കണ്ടതും ശ്രുതിയോട് പറഞ്ഞേ ഇവരും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, ഇരിക്കേട്ടാന്ന് ഏട്ടത്തിന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ ടേബിളിൽ ഇരുത്തുവാണ്. ഈ സമയം ശ്രുതി ചോദിച്ചു, അല്ല ഇവരുള്ള കാര്യമൊന്നും നീ പറഞ്ഞില്ലല്ലോ, നീ മാത്രം ഉണ്ടെന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കുക. ഇത് കേട്ട സച്ചി പറഞ്ഞു, എടാ മണ്ട, ഇത്രയും വലിയ റെസ്റ്റോറന്റില് അത് ഇവൻ മാത്രമായിട്ട് കാണുമോ? അത് ചിന്തിക്കാനുള്ള ബുദ്ധിയും പോകാൻ നിനക്കില്ലേന്ന് ചോദിക്കുക. ശ്രുതി ഒന്ന് ചമ്മി, പക്ഷെ ഒന്നും മിണ്ടിയില്ല. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, എന്നാ ഈ സൂപ്പ് കുടിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വെക്കുവാണ്. പെട്ടെന്ന് സച്ചി ചോദിച്ചു, ഈ സൂപ്പ് കുടിക്കാൻ വേണ്ടിട്ടാണ്ട ഇങ്ങോട്ട് വിളിച്ചതെന്ന് ചോദിക്കുകയാണ്. അല്ല ഏട്ടാ ഇനിയുണ്ട്, പറയാ വരൂന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, ഇവന് വല്ല തട്ടുകടയിലൊക്കെ കഴിച്ചാലേ ശീലം, തട്ടുകടയിലെ ദോശാൻ ചമ്മന്തി അതൊക്കെ ഇവന് പറഞ്ഞിരിക്കുന്ന പറയാം. പെട്ടെന്ന് സച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സച്ചി ചോദിച്ചു, അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ അത്ര വലിയ പുച്ചിക്കൊന്നും വേണ്ട. ആ തട്ടുകടയിലെ ദോശയും ചമ്മന്തിയും പോലും ഇല്ലാതെ എത്ര ദിവസം നീ അലഞ്ഞു നടന്നടാ? ക്ഷേത്രത്തിലൊക്കെ പോയി അന്നദാനത്തിന് വേണ്ടി കൈ നീട്ടി നടന്നില്ലേ? എന്നിട്ട് അവൻ വലിയ ആള് കളിക്കുന്ന ഇവിടെ ഇരുന്നിട്ട് എന്നും പറഞ്ഞോണ്ട് എന്നും അവൻ സൂപ്പിനകത്ത് കുളിക്കുവല്ലേ ചെയ്യുന്നേ എന്ന് പറയാണ് സച്ചി. നാണം കെട്ട് തല കുണിച്ചിരിക്കുകയാണ്. ശ്രുതിക്ക് വല്ലതും പറയാൻ പറ്റുമോ? പെട്ടെന്ന് രേവതി പറഞ്ഞു, ഇത് നമ്മള് ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണോ ശ്രീ സൂപ്പ് കുടിക്കണമെന്ന് ചോദിക്കുകയാണ്. അതേ ഏട്ടത്തി, ആദ്യം ഇത് കുടിച്ചോ കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. രേവതി പറഞ്ഞു, വീട്ടിലൊക്കെ ആണെങ്കിൽ അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോ അതിനൊക്കെ ശേഷം ശരീരമൊക്കെ നന്നാനായിട്ട് അമ്മ ഇങ്ങനെ സൂപ്പൊക്കെ ഉണ്ടാക്കി തരാറുണ്ടെന്ന് പറയാ. ഇത് കേട്ടതും ശ്രുതി ചോദിച്ചോ, നിങ്ങളുടെ വീട്ടിലൊക്കെ അസുഖം വന്നു കഴിയുമ്പോഴായിരിക്കും സൂപ്പൊക്കെ കുടിക്കുന്നല്ലേന്ന് ചോദിക്കുക. സച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഭാര്യനെ കളയാക്കിയത്. സച്ചി പറഞ്ഞു, പിന്നെ എന്നും വീട്ടിൽ സൂപ്പ് കുടിച്ചാലേ ഇരിക്കണമെന്ന് ചോദിക്കുക. ശ്രീകാന്ത് ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരും കൂടെ? അതെ, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾക്ക് കഴിക്കാനുള്ള എടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ്. പിന്നീട് അവർക്ക് കഴിക്കാനുള്ള എടുത്തോണ്ട് വരിക. പറഞ്ഞു, ഇത് പ്രത്യേക ഡിഷാന്ന് പറയാ, പനീർ ഡിഷ്, എന്റെ സ്പെഷ്യൽ ഡിഷാന്ന് പറയണ, കഴിച്ചിട്ട് എങ്ങനെയുണ്ട് കൊള്ളാമെന്ന് പറയാണ്. അങ്ങനെ ശ്രുതിയും കൂടെ കഴിക്കാൻ തുടങ്ങി. അവരാണെങ്കിൽ ഫോർക്കും മുള്ളൊക്കെ വെച്ച് കഴിക്കുന്നേ. പക്ഷെ രേവതിക്ക് സച്ചിക്ക് ഒന്നും അറിയത്തില്ല. സച്ചി കൈ കൊണ്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പം രേവതി ഇങ്ങനെ ശ്രുതിനെ നോക്കി. ശ്രുതി അങ്ങനെ കഴിക്കുന്നതപ്പോ രേവതിക്ക് രേവതി എന്ത് ചെയ്യണം, അവിടെ ഇരിക്കുന്ന ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ അത്തെ കുത്തി ഇങ്ങനെ കഴിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ രേവതിക്ക് പറ്റുന്നില്ല അത്. കാരണം രേവതി ഇതിനു മുമ്പ് അങ്ങനെ ശീലിച്ചിട്ടില്ലല്ലോ. അങ്ങനെ രേവതി ഇങ്ങനെ കഴിക്കാനൊക്കെ എടുക്കാൻ നോക്കി. ശ്രുതി ഇങ്ങനെ നോക്കി. അവർ പരസ്പരം നോക്കി ചിരിക്കുവാണ്. ഈ കാഴ്ച സച്ചി കണ്ടു. സച്ചിക്ക് സഹിക്കുവോ അത്? സച്ചി പെട്ടെന്ന് രേവതിയുടെ കയ്യിൽ നിന്ന് ഫോർക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. അതെ, നിനക്ക് നല്ല കൈയുണ്ടല്ലോ, നല്ല വൃത്തിയുള്ള കൈയല്ലേ, ആ കൈ വെച്ച് അങ്ങോട്ട് കഴിച്ചാൽ മതി എന്ന് പറയാണ്. ശ്രുതിക്കും പിന്നെ എന്തേലും പറയാനുണ്ടോ? അങ്ങനെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് കഴിക്കുകയാണ്. ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു, നിങ്ങളെന്താ ഇങ്ങനെ പരസ്പരം ഒന്നും മിണ്ടാതിരിക്കണേ? ഇത്ര നല്ലൊരു ലഞ്ചൊക്കെ തന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിക്കുക, ഒന്നും പറയാനില്ലേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് രേവതിയോടായിട്ട് ശ്രുതി ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രേവതി, നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നെന്ന് ചോദിക്കുക. ഒരു നിമിഷം കഴിച്ചുകൊണ്ടിരുന്ന രേവതിക്ക് സച്ചിക്കും എന്തും മറുപടി പറയാൻ പറ്റില്ല. ഞെട്ടിപ്പോയി രണ്ടുപേരും. ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല. ശ്രുതിയും ഞെട്ടിപ്പോയി. കാരണം ശ്രുതിക്കിട്ടാണല്ലോ ഏറ്റവും വലിയ പണി കിട്ടാൻ പോകുന്നേ. ഇത് കേട്ടാൻ രേവതി ഒന്നും മിണ്ടിയില്ല. അന്ന് രേവതി, ഞാൻ ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? അല്ല ലവ് മാരേജ് ആണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോന്ന് ചോദിച്ചാന്ന് പറയാ. ഇത് കേട്ടതിന് സച്ചി പറഞ്ഞു, ലവ് മാരേജും അല്ല അറേഞ്ച്ഡ് മാരേജും അല്ല. ലവ് മാരേജും അല്ല അറേഞ്ച്ഡ് മാരേജും അല്ല. അതെന്താ സച്ചി അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം. അടുത്തൊരുത്തൻ ഇരിപ്പുണ്ടല്ലോ, ഇവൻ ഒറ്റ ഒരുത്തൻ കാരണമാ ഞാൻ രേവതിനെ കല്യാണം കഴിക്കേണ്ടി വന്ന് പറയാം. ഇതെന്താ സച്ചി നീ ഇങ്ങനെ? ശ്രുതി കാരണം. അതെ, ഇവൻ ഓടിപ്പോയതുകൊണ്ടാ, ഇവൻ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയതുകൊണ്ടാ എനിക്ക് കിട്ടിയ കളിയാന്ന് പറയത്. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, സച്ചിയേട്ടാ വേണ്ട, ഒന്നും മിണ്ടണ്ടെന്ന് പറയണം, വിട്ടേക്കാൻ പറയണം. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, നീ എന്താടാ പറയണെന്ന് ചോദിക്കുക. എന്താ നിനക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? ഇനി എന്തിനാ എന്റെ ശ്രീ മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറിയേണ്ട കാര്യങ്ങളൊക്കെ എല്ലാരും എപ്പോഴും അറിഞ്ഞിരിക്കണമെന്ന് പറയണം. അപ്പൊ ഈ കാര്യങ്ങളൊന്നും നിന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ? ഇത്ര നാളായിട്ടും ഭാര്യയായിട്ട് ജീവിച്ചിട്ട് പോലും ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് ശ്രുതിയോട് ചോദിക്കുകയാണ്. ശ്രുതി ഇങ്ങനെ വാ വിളിച്ചിരിക്കുക. ശ്രുതിക്ക് അറിയത്തില്ല കാര്യം എന്താന്നുള്ളേ. അതെ, ഇവന് വേണ്ടിയിട്ട് ആദ്യം ആലോചിച്ച് രേവതീനെയാ. അച്ഛൻ 50 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു. ഇവന്
പക്ഷേങ്കില് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നൈസായിട്ട് അങ്ങോട്ട് മുങ്ങി അച്ഛൻ്റെ 50 ലക്ഷം വാങ്ങിയിട്ട് അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ രേവതി നിന്ന് കഴിയുമ്പോഴത്തേനും എല്ലാരും കൂടെ രേവതിനെ എന്റെ തലയിൽ അങ്ങോട്ട് പിടിച്ച് കെട്ടിവെച്ചെന്ന് പറയാം. ഇത് കേട്ടൻ രേവതിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. സച്ചി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം, പക്ഷെ സച്ചി അങ്ങനെ പറഞ്ഞില്ല, പെട്ടെന്ന് ആ ഒരു ഇതിൽ ആ ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാണ്. ഇത് കേട്ടതും ശ്രുതി ഇങ്ങനെ ആകെ പറഞ്ഞ് എട്ടിത്തിരിച്ചിരിക്കുക. താൻ ഇതിനായിട്ട് ശ്രുതിയോട് ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ആ കഥകളൊന്നും പറഞ്ഞിട്ടില്ല. ദൈവമേ, ഇവളിനി എന്തായിരിക്കും പോലും പറയാൻ പോകുന്നേ എന്നറിയത്തില്ല. നിന്ന് ഇപ്പത്തിനും ശ്രുതി പെട്ടെന്ന് പറഞ്ഞു, ഓഹോ അപ്പൊ അങ്ങനെ ഒരു ദാരിദ്ര്യ കല്യാണമായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും രേവതി സച്ചിൻ പരസ്പരം നോക്കുക. അല്ല, കല്യാണ മണ്ഡപത്തിൽ നിന്ന് പുരുഷന് ഓടിപ്പോയി കഴിയുമ്പത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വന്നു കഴിയുമ്പത്തേനും എല്ലാരും കൂടെ പിടിച്ച് വേറെ നിവൃത്തിയില്ലാതെ ഒരു ഗത്യന്തരം ഇല്ലാതെ അങ്ങനെ കല്യാണം കഴിച്ചല്ലേന്ന് ചോദിക്കുക. സച്ചിക്കും രേവതിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം അത് മാത്രമല്ല, രേവതിക്ക് ഏറ്റവും വിഷമം ശ്രുതി അങ്ങനെ പറഞ്ഞോണ്ടാ. ദാരിദ്ര്യ കല്യാണം അല്ല വേറെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ കെട്ടി. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ രേവതിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. പെട്ടെന്ന് ശ്രീകാന്തിന്റെ മുഖവും മാറി. ശ്രീകാന്തിനും വല്ലാത്തൊരവസ്ഥയായിപ്പോയി. രേവതി അങ്ങോട്ട് കഴിപ്പങ്ങോട്ട് നിർത്തി. സച്ചി രേവതിയുടെ മുഖത്തേക്ക് നോക്കി. രേവതിക്ക് വിഷമമായെന്ന് മനസ്സിലായി. രേവതിയെ ആ കഴിപ്പ് നിർത്തി കഴിഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് സച്ചി പറഞ്ഞു, ഇവൻ ഒറ്റ ഒരുത്തൻ കാരണം ഇവൻ ആ 50 ലക്ഷം കൊണ്ട് മുങ്ങിയില്ലായിരുന്നെങ്കിൽ എന്നായിരുന്നു ഇപ്പൊ. എന്നിട്ട് കണ്ടില്ലേ അവൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, ഒരു കുലുക്കം ഇല്ല എന്ന് പറയാണ്. ഇത് കേട്ട് ശ്രീകാന്ത് പറഞ്ഞു, മതി ഏട്ടാ, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറയാണ്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ഞാനിത് തെറ്റിയെന്ന ഇപ്പൊ 50 ലക്ഷം കൊണ്ടാണ് കുഴപ്പമിരിക്കുന്നത്. അച്ഛൻ ആ മര്യാദയ്ക്ക് ആ പൈസ എനിക്ക് തരുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവുമായിരുന്നു ചോദിക്കുക. പിന്നീട് ശ്രുതിയോടായിട്ട് പറഞ്ഞു, അല്ല ശ്രുതിയോട് ഞാൻ ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. ഒരു പക്ഷേങ്കില് അന്ന് ആ കല്യാണം നടക്കുമായിരുന്നെങ്കിൽ എന്റെ ജീവിതം തന്നെ തകർന്നു പോയെന്ന് പറയാം. രേവതിക്ക് വല്ലാത്ത സങ്കടമായി. എന്തേലും പറയാൻ പറ്റുമോ? അതുകൊണ്ടാ പിന്നെ പഴയ കാര്യങ്ങളൊക്കെ എന്തിനാ പറഞ്ഞ് വെറുതെ ഓർക്കുന്നതെന്ന് ഓർത്തിട്ടാ ഞാൻ ആ ശ്രുതിയോട് അതൊന്നും പറയാതിരുന്നെന്ന് പറയാം. ഇത് കേട്ട് ശ്രുതി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. പിന്നെ അച്ഛൻ്റെ കയ്യിൽ പൈസ, അച്ഛനത് മര്യാദയ്ക്ക് ആ പൈസ എനിക്കൊരു ബിസിനസ് തുടങ്ങാനായിട്ട് തരുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അച്ഛൻ എല്ലാത്തിനും കാരണം എന്ന് പറയാം. ഇത് കേട്ടത് ശ്രുതി പറഞ്ഞു, ശരിയാ, അച്ഛന് വേണമെങ്കിൽ ശ്രുതിക്ക് ആ പൈസ തരായിരുന്നല്ലോ. കാരണം ശ്രുതിയോടൊപ്പം നിൽക്കുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്. കാരണം ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തിട്ടാ ശ്രുതി ഇരിക്കുന്നത്. ശ്രുതിയുടെ വിവാഹം കഴിഞ്ഞാണ്, ഒരു കുഞ്ഞൊക്കെ ഉണ്ട്. അതൊരു പക്ഷെ നാളെ ഒരു പക്ഷെ ശ്രുതി അറിഞ്ഞു കഴിയുമ്പോൾ ശ്രുതി തന്നോട് ദേഷ്യപ്പെടല്. അതുകൊണ്ടാണ് ശ്രുതിയുടെ ഈ കൊള്ളരുതായ്മയ്ക്കെല്ലാം ശ്രുതി കൂട്ടു നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്കോട് ദേഷ്യം, നീ എന്താടാ പറഞ്ഞേ? അച്ഛനെ കാരണക്കാരൻ. അതെ, അച്ഛൻ തന്നെ കാരണക്കാരൻ. അച്ഛൻ ആ പൈസ തരായിരുന്നു, വല്ല കുഴപ്പമുണ്ടായിരുന്ന ചോദിക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 50 ലക്ഷം കൊണ്ട് നീ പോവുകയും ചെയ്തു, എന്നിട്ട് പിന്നെ നീ അച്ഛനെ കുറ്റപ്പെടുത്തുകയും ചെയ്യില്ലെന്ന് പറയണം. അതെ, അച്ഛനെ കുറ്റം തന്നെ ഞാൻ പറയും. അച്ഛൻ തെറ്റ് ചെയ്തിട്ടാണ്, തെറ്റാന്ന് തന്നെ പറയുമെന്ന് പറയാം. ഇത് കേട്ടതും സച്ചിക്കാവും ദേഷ്യം വന്നു. സച്ചി അങ്ങോട്ട് ആടി എഴുന്നേറ്റു. നീ എന്താടാ പറഞ്ഞ? അച്ഛൻ കാരണമാണോ നിന്റെ കൊള്ളരുതായ്മയ്ക്കെല്ലാം കൂടെ ഇനി കൂട്ടു നിൽക്കണം അല്ലേന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് കോളറിനെ കൂടെ കുത്തിപ്പിടിക്കുക. അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു. ശ്രുതി പെട്ടെന്ന് ശ്രീകാന്ത് വന്നിട്ട്, വേണ്ട ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവിടാനായിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷേങ്കില് സച്ചിക്ക് അവിടെ ദേഷ്യം വന്നു. ഈ സമയത്ത് രേവതി വന്നിട്ട്, വേണ്ട വിട്ടേക്ക്, വേണ്ട, ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറയണ്ട. റെസ്റ്റോറന്റ് ആണ്, പോരാത്തതിന് ഇവിടെ ശ്രീകാന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേങ്കില് സച്ചിക്ക് ദേഷ്യം. അച്ഛനെ പറഞ്ഞ് സച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, അച്ഛൻ ചെയ്ത് തന്നെ തെറ്റാന്ന് ഞാൻ ഇനിയും പറയത്തുള്ളൂ. അല്ലെങ്കിൽ അച്ഛൻ മര്യാദയുള്ളവനാണെങ്കിൽ ആ പണം എനിക്ക് തരുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഇത്രമാത്രം ബുദ്ധിമുട്ട് ഉണ്ടായത്. ഞാൻ നല്ല ബിസിനസ് ചെയ്ത് നല്ല സുഖമായിട്ട് ജീവിച്ചാണെന്ന് പറയാം. സച്ചിയെ അവന്റെ കോളർ വന്നിട്ട് അടിക്കാനായിട്ട് തുടങ്ങി. ശ്രുതി അങ്ങോട്ട് കയറി അങ്ങോട്ട് നിന്നു. തൊട്ടുപോരെന്ന് പറഞ്ഞു. പിന്നീട് സച്ചിയുടെ നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, എന്താ നിനക്ക് എന്റെ ശ്രുതിനെ തൊടാൻ എന്താ അർഹത ഇരിക്കണമെന്ന് ചോദിക്കുകയാണ്. അല്ല, ശ്രുതി ചെയ്തതിൽ എന്താ തെറ്റിരിക്കുന്നത്? അച്ഛൻ പൈസ കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവാരെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കൊടുക്കും ശ്രുതി, അയാൾ കാരണം എനിക്ക് ഇന്നിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. അല്ലെങ്കിൽ ഞാൻ നല്ല ജോലിയും ചെയ്ത് നല്ല ബിസിനസ് ചെയ്ത് ജീവിക്കേണ്ടതെന്ന് പറയാം. അയാളെന്ന് പറയുന്നത് കേട്ടപ്പോ തന്നെ സച്ചി വെച്ചു, അയാളോ? അതാരടാ? അത് അച്ഛനെയാണോ നീ അയാളെന്ന് വിളിക്കണേ? നിന്നെ ഇന്നയാന്ന് പറഞ്ഞിട്ട് അങ്ങ് ചെല്ലുവാണ് അങ്ങ് ചെന്നിട്ട് ആ കയ്യെ പിടിച്ചങ്ങോട്ട് തിരിക്കുവാണ്. സച്ചി വിടനി കൈ വേദനിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വിട്ടില്ല, ആ വിരല് പിടിച്ചങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ഒടിച്ചു വിടുവാണ് അങ്ങോട്ട്. ഈ സമയത്ത് ശ്രുതികൾ അയ്യോ എന്റെ വിരളേന്ന് പറഞ്ഞ് നിലവിളിക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് രേവതിയും ശ്രീകാന്തും എല്ലാരും കൂടെ അവരെ അങ്ങോട്ട് പിടിച്ചു മാറ്റുവാണ്. ഈ സമയം ശ്രുതിയോട് പറഞ്ഞു, എനിക്ക് കൈ വേദനിക്കുന്നുണ്ട്, എന്റെ കൈ ഫ്രാക്ചറായെന്ന് തോന്നുന്നു, വിരല് ഫ്രാക്ചറായെന്ന് തോന്നേ എന്ന് പറയാം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ശ്രീകാന്ത് എന്തിനായിട്ടാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? പിന്നെ അച്ഛൻ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ വെറുതെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ എന്ത് വൃത്തിയായിട്ട പരിപാടിയാ പറഞ്ഞേ, അതും അവളുടെ മുന്നിൽ വെച്ചിട്ട്. അങ്ങനെ പറയാൻ കൊള്ളാവും? പാവം നമ്മുടെ അച്ഛന്
ഇത്രയും കാലം നമുക്ക് വേണ്ടിയാ കഷ്ടപ്പെട്ടത്. അച്ഛനാ വണ്ടി ഓടിച്ച് കിടന്ന പൈസ കൊണ്ട് ഇവന് തീറ്റി പോറ്റിയതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെ കിടന്ന് പറയുന്നത്, നിഗളിക്കുന്നേ. അതിന്റെ അഹങ്കാരമല്ലേ അവന്. അവനെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിലോ അവൻ ഈ അഹങ്കാര വർത്താനം പറയായിരുന്നോ? അവൻ ഇതല്ലായിരുന്നു കൊടുക്കണ്ടേ, അവന്റെ കൈ ഒടിച്ചു വിടുമായിരുന്നു ചെയ്യേണ്ട. വിരളായിപ്പോയി, കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാണ്. പിന്നീട് അവിടുന്ന് രേവതിനും കൂടി സച്ചി പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പൊ രേവതി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ സച്ചി ചോദിച്ചു, എന്താ നിനക്ക് എന്നെ വഴക്ക് പറയണോ? നീ വഴക്ക് പറഞ്ഞു. രേവതി ഒന്നും മിണ്ടിയില്ല. അല്ല, ഇതിനു മുമ്പ് അങ്ങനെയായിരുന്നല്ലോ, ഞാൻ എവിടെ പോയി അടയുണ്ടാക്കിയാലും നീ അപ്പൊ തന്നെ എന്നെ ഒന്ന് ചീത്ത പറയും, അത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പൊ നീ എന്താ ഒന്നും മിണ്ടായിരിക്കണമെന്ന് ചോദിക്കും. വഴക്ക് പറ, ഞാൻ കേട്ടോളാന്ന് പറയാണ്. ഇത് കേട്ടതിന് രേവതി പറഞ്ഞു, ഞാൻ വഴക്കൊന്നും പറയുന്നില്ല. എന്താ വഴക്ക് പറയാത്തെ? അതെ, ചെയ്തത് നല്ല കാര്യമായി പോയെന്ന് പറയും. ചെയ്തത് നല്ല കാര്യമായി പോയതാ. അതെ, പക്ഷെ അവനിട്ട് കിട്ടാണ്ട് തന്നെ കിട്ടിയത്. അടി കൊടുക്കണമായിരുന്നു. പക്ഷെ ഇപ്പോഴല്ല, അച്ഛനെ പറഞ്ഞപ്പോഴല്ല, അതിനു മുമ്പ് അവൻ പറഞ്ഞല്ലോ ഒരു ദാരിദ്ര്യ കല്യാണമായിരുന്നു, വേറെ ഗത്യന്തരം ഇല്ലാതെ എന്റെ കഴുത്തെ താലി ആർത്തിയതാന്ന്. അത് പറഞ്ഞപ്പോ വേണമെന്ന് അവനിട്ട് അടി കൊടുക്കണമായിരുന്നു. അന്ന് ഞാൻ അന്തസ്സായിരുന്നു പറയാണ്. ഇത് കേട്ടപ്പോ ശരിക്കും പറഞ്ഞ സച്ചിക്ക് ചിരി വന്നു. പക്ഷെ സച്ചി ചിരിച്ചില്ല. എനിക്ക് അതും കൂടെ ചേർത്താ ഞാൻ കൊടുത്ത്. അച്ഛനെ പറഞ്ഞു നിന്നെ പറഞ്ഞു എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാ. വാ നമുക്കന്ന് റെസ്റ്റ് വേറെ എവിടെയെങ്കിലും കടയിൽ പോയി കഴിക്കാന്ന് പറയണം. വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് പറയും. അതെന്താ അങ്ങനെ? കഴിക്കാൻ വേണ്ടേന്ന് ചോദിക്കും. വേണ്ട, ഇപ്പൊ തന്നെ ആ പാടെ മനസ്സിന്റെ സുഖമില്ലാന്ന് രേവതി പറയാം. ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോയിട്ട് കാര്യമുണ്ടോ? വാ, ഇവിടെ വരെ വന്നതല്ലേ, നിന്റെ ഭർത്താവല്ലേ വിളിക്കണേന്ന് ചോദിക്കാം. അല്ല, അതുകൊണ്ടല്ല, ഇപ്പം ശ്രുതിക്ക് ഇനി എന്ത് പറ്റിയെന്ന് അറിയത്തില്ല വിരളിന്. ഇനി ഇപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ അമ്മ ഇനി എന്തൊക്കെ പറയുമെന്നും അറിയത്തില്ല. അതൊക്കെ ഓർത്ത് എനിക്ക് ടെൻഷൻ ഉണ്ട്. നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? നിന്റെ ഭർത്താവായ ഞാൻ കൂടെ ഉള്ളപ്പം നീ എന്തിനാ ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്കുക. രേവതിക്കൊരു സന്തോഷമൊക്കെ എടുത്തിട്ടുണ്ട്. വാ കേറ് എന്ന് പറഞ്ഞ് രേവതിനെ കൂട്ടിക്കൊണ്ട് സച്ചിയും കൂടെ പോവാ. രേവതിക്ക് ഭയങ്കര സന്തോഷമായി. രേവതിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കാരണം അച്ഛനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ പേരിൽ ശ്രുതിയും രേവതിയും തമ്മിൽ അവിടെ ഒരു വഴക്കൂടെ ഉണ്ടാവുന്നുണ്ട്. ശ്രുതി വന്നിട്ട് സച്ചിയോട് വഴക്ക് പറഞ്ഞ സമയത്ത് രേവതി അതിന്റെ അകത്തോടെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അതെ, നീ ആദ്യം നിന്റെ ഭർത്താവിനെ നേരെയാക്കാൻ നോക്ക്, അല്ലാതെ സച്ചിയുടെ നേരെ ചാടിക്കിടിച്ചിട്ട് കാര്യമില്ല. സച്ചിയോട് തെറ്റും ചെയ്തിട്ടില്ല. അച്ഛനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ള മക്കൾ ആരെങ്കിലും അത് കേട്ടോണ്ട് നിൽക്കത്തില്ല. അതുകൊണ്ട് മാത്രമാണ് സച്ചി പ്രതികരിച്ചത്. പക്ഷെ എങ്കിൽ ശ്രുതിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ശ്രുതിയെ സംരക്ഷിക്കേണ്ട ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ശ്രുതി അങ്ങനെ ചെയ്തത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പം കാണുന്ന കാഴ്ച രണ്ട് വിരലേല് വെച്ചുകെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ശ്രുതി ഇരിക്കുവാണ്. ഈ കാഴ്ച കണ്ടതും സച്ചിക്ക് ചിരി അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അകത്തേക്ക് വന്നു കഴിയുമ്പത്തേനും സംഹാര താണ്ഡവമായിട്ടും തയ്യാറായിട്ട് ചന്ദ്രമതി അങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ്. അത് മാത്രമല്ല, ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ രേവതിയുടെ സച്ചിയുടെ ആദിരാത്രിയെ കാണുന്നുണ്ട്. അവരൊന്നാകും പോവാ. നമ്മൾ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാത്തിരുന്നൊരു കാര്യമായിരുന്നു അവർ രണ്ടുപേരും ഒന്നാണെന്നൊക്കെയുള്ള. അതിന്റെ നല്ല നല്ല വിശേഷങ്ങളാണ് ഇനി കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.